ഇന്ന് റിസപ്ഷൻ ഡേയുടെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പം ഞങ്ങൾ രാവിലെ പെട്ടെന്ന് തീരുമാനിച്ചതാണ് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി രാവിലെ പാർലറിൽ പോയതാണ് കേട്ടോ. ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴത്തേക്കും 1 മണിയായി. നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോകാനായിട്ട് ഒരുങ്ങാനുള്ള സമയമൊക്കെ ആയി. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തി ചടപടയെന്നതാ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. ഇതെൻ്റെ ലാസ്റ്റ് അനിയത്തി ഫോണിൽ എടുത്ത വീഡിയോയാണ് കേട്ടോ. നമ്മൾ റെഡി ആയിട്ടിരുന്നിട്ട് അപ്പോൾ പുറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞങ്ങൾ എന്തുമാത്രം സ്പീഡിലാണ് റെഡി ആയിക്കൊണ്ടിരിക്കണേന്ന്. ഇപ്പോൾ തന്നെ 3 മണിയൊക്കെ കഴിഞ്ഞു. അപ്പം ഞങ്ങൾ അത്രയും സ്പീഡിലാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവളുടെ വീഡിയോ ഫോണിൽ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ആഡ് ചെയ്തതാണ്. അപ്പം ഞാൻ എന്തൊക്കെയോ ബാഗിൽ കൊണ്ട് വയ്ക്കുന്നതാണ്, ഞാൻ പോലും അറിഞ്ഞിട്ടില്ല അവൾ ഈ വീഡിയോ എടുത്തത്. അപ്പം ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് വന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾ കുറച്ച് റീൽസ് എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഇൻസ്റ്റയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കപ്പിൾ റീൽസ് എടുത്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇപ്പോൾ ഓഡിറ്റോറിയത്തിൽ തിരക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ നമ്മുടെ ഡ്രസ്സിൻ്റെ കാര്യമാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഡ്രസ്സാണ്. അപ്പോൾ ഞങ്ങളുടെ ഡ്രസ് കോഡായിരുന്നു കേട്ടോ ഇത്. റിസപ്ഷൻ്റെ സാരി ഫാൻസി സാരി ആയിരുന്നു, ഒരു പിസ്ത ഗ്രീൻ കളറ്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് എടുത്തതെന്ന് അറിഞ്ഞാലും ഇത് എത്ര രൂപയാണെന്ന് അറിയാൻ നിങ്ങൾ സത്യം പറഞ്ഞാൽ ഞെട്ടും കേട്ടോ. അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ളൊരു കോസ്റ്റ്യൂമാണ്. ഇതിപ്പോൾ ഒരു ഈവനിങ് ടൈമാണ്, രാത്രിയൊക്കെ ആയിക്കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഡ്രസ്സ്. അപ്പോൾ ഞങ്ങൾ കുറച്ചൊരു സാരിയും കുറച്ച് പേര് ആ സാരി തന്നെ പർച്ചേസ് ചെയ്തിട്ട് ഗൗണും സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അവസാനം പറയാം കേട്ടോ ഞങ്ങളിത് എവിടെ നിന്നാണ് എടുത്തതെന്നൊക്കെ. അപ്പം ഞങ്ങളിതാ കല്യാണപ്പെണ്ണ് ഫോട്ടോഷൂട്ട് എടുക്കുന്ന സ്ഥലത്ത് നമ്മൾ കുറച്ച് ഗ്യാങ് വീഡിയോസ് എടുക്കാൻ പോയതാണ്. ഒരേ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മളങ്ങനെ കുറച്ച് ഷോർട്സൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഒരുപാട് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ആ ഓറഞ്ച് ലെഹങ്കയും നമ്മുടെ ഈ ഗ്രീൻ കളർ ഡ്രസ്സും കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത് നമ്മൾ മേടിക്കുമ്പോഴും കൊള്ളാവോ കൊള്ളില്ലേ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളും കുറച്ച് റീൽസൊക്കെ എടുത്തു കേട്ടോ. അടിപൊളിയായിരുന്നു. കാരണം ആ കളർ കോമ്പിനേഷനായിരുന്നു ഇതിലെ ഹൈലൈറ്റ്. അങ്ങനെ ഞങ്ങളിതാ വീണ്ടും വീഡിയോസ് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഇപ്പോഴത്തെ ട്രെൻഡല്ലേ വീഡിയോസൊക്കെ എടുക്കുക എന്ന് പറയുമ്പോൾ. അപ്പോൾ ഞങ്ങളിതാ ഇതെല്ലാം എടുത്തിട്ട് വീണ്ടും ഓഡിറ്റോറിയത്തിനകത്തേക്ക് കയറി. അപ്പോഴത്തേക്കും കുറച്ചധികം ആളുകളൊക്കെ വന്നായിരുന്നു. അപ്പം ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനായിട്ട് നമ്മൾ കയറി നിന്നതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീണ്ടും ഞങ്ങൾ പുറത്തേക്ക് വന്ന് ഞങ്ങളുടെ കുറച്ച് വീഡിയോസ് കപ്പിൾ വീഡിയോ എടുക്കാനായിട്ട് വീണ്ടും വന്നു. ഞങ്ങൾക്ക് നമ്മുടെ യൂട്യൂബിലിടാനും ഇൻസ്റ്റയിലിടാനും ഒക്കെ. അപ്പോൾ എനിക്ക് അവിടെ ആളുകളൊക്കെ നിൽക്കുന്നത് കൊണ്ട് അത് ഓഡിറ്റോറിയത്തിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. അതായത് പാചകമൊക്കെ ചെയ്യുന്ന ഭാഗം. അപ്പോൾ ആ പാചകം ചെയ്യുന്നവരൊക്കെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കൊരു ഷൈ ആയിരുന്നു കേട്ടോ, നാണക്കേടായിരുന്നു അത് ചെയ്യാൻ. പക്ഷേ ഇക്കക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇക്ക നന്നായിട്ട് അഭിനയിക്കുക, ഒരു ഫിയർ ഇല്ലാത്തൊരു മനുഷ്യന്, ഒരു പേടിയില്ല അങ്ങനെ ഒരു. കാരണം ആൾ ഇങ്ങനെ സ്റ്റേജ് ഷോ അങ്ങനെയൊക്കെ റിയാലിറ്റി ഷോ അങ്ങനെയൊക്കെ പോയി ആൽബം ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കും ആ പേടിയില്ലാത്തത്. അങ്ങനെ ഇക്കാടെ ഉമ്മായും വാപ്പായും ഒക്കെ വന്നു കേട്ടോ റിസപ്ഷന്. അങ്ങനെ ഞങ്ങൾ ഫാമിലി ഫോട്ടോ എടുത്തു. ഈ കോസ്റ്റ്യൂം വാങ്ങിച്ചത് എവിടെയാണെന്ന് പറയട്ടെ, നമ്മൾ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത് മേടിച്ചതാണ് കേട്ടോ, വെറും 750 രൂപയ്ക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ.